ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 10th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഗ്രാഫ് ഓഫ് എ ലീനിയർ പോളിനോമിയൽ പി ഓഫ് എക്സ് പാസസ് ത്രൂ ദ പോയിൻറ്റ്സ് 1,5 ആൻഡ് 3,11. അപ്പോൾ ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് പാസ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് 1,5ഉം 3,11ഉം. ഫൈൻഡ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ്. നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ലീനിയർ പോളിനോമിയലിൻ്റെ ഇക്വേഷൻ എന്താണ്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. അതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മുടെ ഗ്രാഫ് പാസ് ചെയ്യുന്നത് നമ്മൾ ഓരോ പോയിൻറ്റ്സുകളും കൊടുത്ത് ഈ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ സിൻസ് the graph passes through 1,5. ഇവിടെ 1 എന്ന് പറയുന്നത് എക്സും 5 എന്ന് പറയുന്നത് വൈയുമാണ്. അത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? വൈ ഈസ് 5. 5 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഈസ് 1 പ്ലസ് ബി. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 5 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് ഗ്രാഫ് പാസസ് ത്രൂ 3,11. അപ്പോൾ എന്ത് വരും? ഇവിടെ വൈ ഈസ് 11. അപ്പോൾ 11 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഈസ് 3 പ്ലസ് ബി. 11 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എ ഈസ് 3a പ്ലസ് ബി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഇക്വേഷനെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സബ്ട്രാക്റ്റിംഗ് 1 from 2. അപ്പോൾ എന്ത് വരും? നമ്മൾ ആദ്യം എൽ എച്ച് എസുകളെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. 1 from 2 ആണ്. 2വിൽ നിന്ന് 1 ആണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 11 മൈനസ് 5 ഇസ് ഈക്വൽ ടു. ഇനി നമ്മൾ ആർ എച്ച് എസുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആർ എച്ച് എസിൽ ആദ്യം 2വിൻ്റെത് വേണം എഴുതാൻ. 3a പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആദ്യത്തെ ഇക്വേഷന് 2 ടേംസുകളുണ്ട്. അപ്പോൾ അതിനു മുമ്പ് മൈനസ് സൈൻ വന്നതുകൊണ്ട് നിങ്ങൾ ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. 11 മൈനസ് 5 ഈസ് 6. 6 ഈസ് ഈക്വൽ ടു 3a പ്ലസ് ബി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ഇത് എ മൈനസ് ബി എന്നാവും. 6 ഈസ് ഈക്വൽ ടു 3a മൈനസ് എ ഈസ് 2a. ഇവിടെ ബിയും ബിയും ക്യാൻസലായി പോവും. ഇനി എന്ത് വരും? എ ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു 6/2. 2 നമ്മൾ എൽ എച്ച് എസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് എ നമുക്ക് 3 എന്ന് കിട്ടി. ഈ കിട്ടിയ എയുടെ വാല്യൂവിനെ ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എ ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ 1ൽ കൊടുക്കുമ്പം 5 ഈസ് ഈക്വൽ ടു എ ഈസ് 3 പ്ലസ് ബി. ബി ഈസ് ഈക്വൽ ടു 5 മൈനസ് 3 ദാറ്റ് ഈസ് 2. അപ്പോൾ നമുക്ക് ബി 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? വൈ ഈസ് ഈക്വൽ ടു എ ഈസ് 3x പ്ലസ് ബി ഈസ് 2. അപ്പോൾ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു 3x പ്ലസ് 2 ആണ് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ വൈക്ക് പകരം നമുക്കിവിടെ പി ഓഫ് എക്സ് എന്ന് എഴുതാം കേട്ടോ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x പ്ലസ് 2. ഇതാണ് നമ്മുടെ ലീനിയർ പോളിനോമിയൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് വേർ ദ ഗ്രാഫ് ഓഫ് പി ഓഫ് എക്സ് കട്ട്സ് ദി ആക്സസ്. അപ്പം ഓരോ ആക്സസിനെയും കട്ട് ചെയ്യുന്ന കോർഡിനേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഒരു ഗ്രാഫിനകത്ത് ഇതാണ് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. വൈ ആക്സിസിലാണ് നമ്മുടെ പോയിൻ്റ് എങ്കിൽ എന്ത് 0 ആയിരിക്കും? എക്സ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ്സിൽ എക്സ് 0 ആയിരിക്കും. എക്സ് ഇൻ്റർസെപ്റ്റ്സിൽ വൈ 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ടു ഫൈൻഡ് വൈ ആക്സിസ് ഇൻ്റർസെപ്റ്റ് എന്ത് 0 ആയിരിക്കും? പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 3 × 0 +
2 നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടി? y ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടി. സോ ദ ഗ്രാഫ് കട്ട്സ് the y-axis at x is 0, y is 2. y നമുക്കിവിടെ 2 എന്ന് കിട്ടി. ഇനി അടുത്തത് x axis intercept കണ്ടുപിടിക്കാൻ. To find the x axis intercept എന്ത് y ആകും? 0 ആകും. പുട്ട് y is equal to 0. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? y 0 ആണ്. 0 is equal to 3 into x plus 2. ഇനി 2വിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് 2 ഈസ് ഈക്വൽ ടു 3x. x ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2/3. സോ ദ ഗ്രാഫ് കട്ട്സ് ദി എക്സ് ആക്സിസ് അറ്റ് എക്സ് ആക്സിസിൽ എക്സ് നെഗറ്റീവ് 2/3യും y 0യും ആയിരിക്കും. അപ്പം നെഗറ്റീവ് 2/3, 0 ആണ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. y ഇൻ്റർസെപ്റ്റിൽ 0,2, എക്സ് ഇൻ്റർസെപ്റ്റിൽ നെഗറ്റീവ് 2/3, 0. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് പി ഓഫ് എക്സ് ആൻഡ് വേരിഫൈ യുവർ ആൻസർ. ഇനി പി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് വേരിഫൈ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് ഇക്വേഷൻ എടുക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു 3x + 2. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്താൽ വൈക്ക് എന്ത് വാല്യൂ വരുമെന്ന് നോക്കണം. അപ്പോൾ എക്സിന് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ y ഈസ് 2. ഇനി എക്സിന് 1 കൊടുത്താലോ? എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 × 3, 3 + 2, 5. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് മതിയാകും വരയ്ക്കാനായിട്ട്. വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ എടുക്കാം. എക്സിന് നമുക്ക് ഒരു 2 കൊടുക്കാം. 2 കൊടുത്താൽ 3 2s are 6 + 2, 8. ഇതാ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y 2 വരും. അപ്പോൾ അതാ നമ്മുടെ പോയിൻ്റ് ഇവിടെ വരും. അടുത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ y ഈസ് 5. ഇതാ ഇവിടെ വരും. അടുത്തത് എക്സിന് 2 കൊടുക്കുമ്പോൾ y ഈസ് 8. ഇതാ ഇവിടെ വരും. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇത് 0,2, ഇത് 1,5, ഇത് 2,8. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നത് എവിടെയായിരുന്നു? നെഗറ്റീവ് 2/3 ആയിരുന്നു. നെഗറ്റീവ് 2/3 എന്ന് പറയുമ്പോൾ 1-നെക്കാട്ടിൽ ലെസ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. നെഗറ്റീവ് 1-നെക്കാട്ടിൽ അല്ലേ? നെഗറ്റീവ് 1 ഇതാ ഇവിടെ വരും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് വന്നിട്ടുള്ളത് ഇതാ ഇവിടെയാണ്. ഇതെന്താണ്? നെഗറ്റീവ് 2,3യും y ഈസ്. അപ്പോൾ ഈ ഗ്രാഫ് വഴി നമുക്ക് വേരിഫൈ ചെയ്യാൻ പറ്റി. ഈ ലൈൻ പാസ് ചെയ്യുന്നത് ഏതുവഴിയാണ്? y ആക്സിസിൽ 0,2വിലും എക്സ് ആക്സിസിൽ നെഗറ്റീവ് 2/3, 0യിലുമാണ് ഈ ഗ്രാഫ് പാസ് ചെയ്യുന്നത്. നെഗറ്റീവ് 2/3 ആണ് കേട്ടോ. മനസ്സിലായല്ലോ? നമ്മൾ എക്സ് ആക്സിസിലും y ആക്സിസിലും കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ഇതാ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിരുന്നു. ഗ്രാഫ് വരച്ചപ്പോഴും നമുക്ക് ആ സെയിം തന്നെ കിട്ടി. ഇവിടെ 0,2ഉം ഇവിടെ നെഗറ്റീവ് 2/3, 0യും. ഓക്കെ. അപ്പോൾ നമ്മുടെ 10th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 11th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.